ക്രിസ്മസ് പരിപാടി വരുമല്ലേ? ക്രിസ്മസാ? നീ എന്ത് വർത്തമാനം പറഞ്ഞാൽ നാളെ ക്രിസ്മസ് പരിപാടിയാണ് കോളേജ്. ഡിസംബറൊക്കെ ഇത് ഒരുമാതിരി മൂന്നാളിന്റെ പരിപാടി പറയരുത്. കഴിഞ്ഞ ഓണത്തിന്റെ പരിപാടി പോലെ ആക്കരുത്. അലനാണ് ആ പൂക്കൂട് വെക്കുന്നത്. അവന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കാശ് നമുക്ക് ഇങ്ങനെ അടിച്ചു മാറ്റാം. അവ അടുപ്പിക്കത്തൊന്നുമില്ല. അവ ആള് ഭയങ്കര സാധനമാണ്. നമുക്ക് നാളെ എന്തെങ്കിലും പരിപാടി സെറ്റ് ചെയ്താലോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പറ. നമുക്ക് നാളെ ക്രിസ്മസ് പപ്പയ്ക്ക് വരെ നമുക്ക് വേഷം കിട്ടിയാലോ? നമ്മുടെ മുഖം കാണത്തില്ലല്ലോ, നമ്മളങ്ങനെ ഷോ കാണിക്കും. അപ്പൊ ഷോ കാണിക്കാൻ പറ്റില്ല. ക്രിസ്മസ് കേക്ക് വെച്ച് കട്ട് ചെയ്താലോ? ഇതിനൊക്കെ ചെലവുള്ള പരിപാടിയാണ്. ചെലവ് നമ്മളിലേക്ക് എത്തണം. അപ്പൊ നീ പറഞ്ഞു തരുന്നത് കാശും കിട്ടണം, ഓസിന് 2 അടിക്കുകയും വേണം. അതെ, അത് മാത്രമല്ല, കഴിഞ്ഞ ഓണത്തിന് ഞാൻ സാമ്പാർ വീണപ്പം ആ ശ്രുതിയാണെങ്കിൽ എന്നെ നോക്കി ഒരു കൊണച്ച ചിരിച്ചിരിച്ചോ. ഏത് പുറകെ നടന്നിട്ടും വളയാത്ത ശ്രുതി. അങ്ങനെ പറയാം. അതുപോലെ നാളെ മേടിക്കുന്ന കേക്കില് അവളുടെ മുഖം ഇങ്ങനെ പൊതിച്ചിട്ട് അന്ന് അവൾ എന്നെ നോക്കി ചിരിച്ച പോലത്തെ ഒരു ചിരി എനിക്ക് നാളെ അവളെ നോക്കി ചിരിക്കണം. പ്രതികാരമൊക്കെ ചെയ്യുന്നത് നല്ലതാ. പക്ഷെ അളിയ നാളെ പല്ല് വെച്ചിട്ട് വേണം പോകും, അല്ലെങ്കിൽ ശ്രുതി അതും പറഞ്ഞ് കളിയാകും. ഏതോട്ടന്മാരുടെ രാത്രി തന്നെ ഔട്ടോടിയിട്ടുണ്ടല്ലോ. എന്തുവാ പരിപാടി? നാളത്തെ കോളേജിലെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യായിരുന്നു. നാളത്തെ പരിപാടി കുഴപ്പനാക്കുള്ള പ്ലാനാണ്. കോളേജിൽ എന്ത് പരിപാടി? നാളെ നമ്മുടെ ക്രിസ്മസ് പരിപാടി. അത് കുഴപ്പനാക്കണ്ടേ? ക്രിസ്മസ് പരിപാടിയൊക്കെ മെനയാതെ കഴിഞ്ഞു. അതിന് ക്രിസ്മസ് നാളെ ഇല്ലേ? ക്രിസ്മസ് നാളെ ആയിരിക്കും, പക്ഷെ കോളേജിലെ ക്രിസ്മസ് പരിപാടി മെനങ്ങാന്ന് കഴിഞ്ഞു. നമ്മളെ അറിയിക്കാൻ ഇവര് പരിപാടി നടത്തിയത് പോയി വല്ലപ്പോഴും കോളേജിന് വരാന്തെങ്കിലും ഒന്ന് കാണാൻ പെടാം. അവനൊക്കെ പാച്ചാ നടക്കണം. ആ പരിപാടിയും മുൻസൂചി ഇതിന് ഉയർന്നാണ്.